ഹലോ, വെഹിക്കിൾ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ ലോണ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ കളക്ട് ചെയ്യണം. NOC സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു ഫോം 35 ലെറ്റർ എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്. അതായത് ഈ ലോൺ ക്ലോസായി ഇനി വെഹിക്കിളിൻ്റെ ഓണർഷിപ്പ് 100% നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ RC ബുക്കിൽ, അതായത് RCയിൽ ഹൈപ്പോത്തിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിമൂവ് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്താണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോൺ എടുത്തിട്ട് വണ്ടി വാങ്ങുന്നത് കൊണ്ട് ഈ ബാങ്കുകാർ RC ബുക്കിൽ അവരെ പേര് കൂടെ ഒന്ന് ആഡ് ചെയ്യും, ബാങ്കിൻ്റെ പേര്. അങ്ങനെ നിങ്ങളുടെ RC ബുക്കിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങളതൊരു അപേക്ഷ കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്ത് പുതിയ RC നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് നിങ്ങൾ വെക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വെഹിക്കിളിൻ്റെ ഇൻഷുറൻസിൽ ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഇൻഷുറൻസ് പോളിസി 100% നിങ്ങളുടെ പേരിലേക്ക് തന്നെ നിങ്ങൾ മാറ്റുന്ന ഒരു സമ്പ്രദായം, ഒരു പ്രക്രിയ നിങ്ങൾ ചെയ്യണം. ഒരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുത്ത് അത് നിങ്ങളുടെ പേരിലാക്കണം. ഇനി ഒരു മേജർ തിങ് എന്ന് പറഞ്ഞാൽ, സിബിൽ റിപ്പോർട്ടിൽ ഈ ലോണ് ക്ലോസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് നോക്കണം. പല ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരു ലോണിന് അപേക്ഷിക്കുമ്പോഴായിരിക്കും ഒരു ലോൺ എടുത്തിട്ട് ആ ലോണ് ക്ലോസ്ഡ് ആയിട്ട് സിബിൽ റിപ്പോർട്ടിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് സിബിൽ സ്കോർ കുറവ്, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വരും. പിന്നീട് ഒരു കാലത്ത് ഈ വാഹനം കൈമാറ്റം ചെയ്യുന്ന ഒരു സമയം വരുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പൊന്തി വരിക. അപ്പോൾ അതിന് നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണമുണ്ടാവുക. അപ്പോൾ വെഹിക്കിൾ ലോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂഷ്വലി എടുക്കുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിലേക്കും മറ്റ് വണ്ടി കൈമാറ്റം ചെയ്യുമ്പോഴായിക്കോട്ടെ, വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകളോ മറ്റോ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള രേഖകളോ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. താങ്ക് യു.